നമസ്കാരം സുഹൃത്തുക്കളെ. ഹലോ ഗായ്സ്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാവരിയ ബസന്തിന് ആദരാഞ്ജലികൾ. ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സഹപാഠിയായ മലപ്പുറം സ്വദേശി സദറുൽ അനമാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. അവർ തമ്മിൽ പ്രണയമോ സൗഹൃദമോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ മതത്തിന് എന്താണ് സ്ഥാനം? സാവരിയെ സദറുൽ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നു എന്നതാണ് സഹപാഠികളുടെ മൊഴി. മലബാറിലെ ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ കേരളം അഡ്രസ് ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയമാണ്. അതിനെതിരെ ആര് സംസാരിച്ചാലും അവരെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുക എന്നത് ഇവിടെയുള്ള മാധ്യമങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും മതേതരർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാരും ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ്. അവരെയെല്ലാം സംഖ്യകളാക്കി ക്യാൻസൽ ചെയ്യുകയും അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ നിന്ന് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാക്കുകയും ചെയ്യപ്പെടുന്നു. ഇതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയ കമന്റ്. യൂട്യൂബിൽ ഒരു പ്രമുഖ മലയാളം ചാനൽ സാവരിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയുടെ താഴെ വന്ന കമന്റ് ആണിത്. കൊലപാതകം നടന്നത് ദുഃഖകരമാണ് എന്ന് വെച്ച് കേസിന് ബലം വെക്കാൻ ഏതെങ്കിലും ചാണകം ഉപദേശിച്ച നമ്പറുമായി വരുന്നത് അപകടമാണ്. കൊലപാതകയ്ക്ക് ശിക്ഷ കിട്ടണം എന്ന് വെച്ച് ഇമാതിരി ചെറ്റത്തരമല്ല പറയേണ്ടത്. തീവ്രവാദത്തെയും ഇസ്ലാമിക് റാഡിക്കലൈസേഷനെയും വിമർശിക്കുമ്പോൾ പൊള്ളുന്നത് ആർക്കാണ്? തീവ്രവാദികളെയും മുസ്ലിം സമൂഹത്തെ മൊത്തത്തിലും ഒരുമിച്ച് ചേർത്ത് പറയുന്നത് ആരാണ്? ഈ ഫ്രോഡുലന്റ് ആയ പ്രീണന മതേതരത്വം തന്നെയല്ലേ ഇവിടെ തീവ്രവാദം വളർത്തുന്നത്? തെറ്റ് കണ്ടാൽ മതചിന്ത കൂടാതെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു സമൂഹത്തെ എങ്ങനെ മതേതരമെന്ന് നമുക്ക് പറയാൻ പറ്റും? തീവ്രവാദികൾ ചെയ്യുന്ന എല്ലാ ആക്രമണങ്ങൾക്കും RSSനെ പഴിചാരി നാട്ടുകാരെ മണ്ടന്മാരാക്കുന്ന ഈ ഉഡായി പിന്നെ നടക്കില്ല. ഇവിടെ സിനിമാ താരങ്ങളെക്കാൾ പോപ്പുലറായ എക്സ് മുസ്ലിംസ് ഉണ്ട്. നിലവിലുള്ള മലയാള മാധ്യമങ്ങളെക്കാൾ സത്യസന്ധത പുലർത്തുന്നതും നിഷ്പക്ഷത പുലർത്തുന്നതും അപ്ഡേറ്റഡുമായ വാർത്താ സോഴ്സുകളുണ്ട്. ഇതിനിടയിലും നിങ്ങളുടെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ചുള്ള തിരക്കഥകൾ മാധ്യമ ലോകത്ത് സൃഷ്ടിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. തിരുവനന്തപുരത്തുകാരി നിമിഷ ഫാത്തിമയുടെ കഥ സിനിമയായപ്പോൾ കാശ് കൊടുത്ത് തിയേറ്ററിൽ സിനിമ കാണാൻ കയറിയവരെ അടിച്ചു പുറത്താക്കാൻ മണ്ടൻ എന്ന പദത്തിന് പോലും നാണമാകുന്ന മണ്ടന്മാരുടെ ഫാസിസ്റ്റ് സംഘടനയുള്ള ഈ നാട്ടിൽ സാവരിയ ബസന്തും ഒരു സംഘി പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ ഈ പ്രൊപ്പഗാൻഡകൾ തന്നെയാണ് കേരള നിയമസഭയിൽ 3 BJP അംഗങ്ങളെ ഉണ്ടാക്കിയത്. ഇനി അത് 70 കടക്കുന്നത് വരെ നിങ്ങൾ ഇത് തുടർന്നോളൂ. അവർക്കും പണി എളുപ്പമാകുമല്ലോ. സാവരിയ ബസന്തിന് വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഹരിപ്പാടുകാരിയായ സാവരിയ എന്ന വിദ്യാർത്ഥിനി വിദേശത്ത് വെച്ച് ഒരു ഇസ്ലാം മതഭ്രാന്തനാൽ കൊല്ലപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം ഇവിടുത്തെ ഈ സാംസ്കാരിക നായകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവർ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെയൊക്കെ വായിൽ നിരത്തിപ്പിടിച്ച് ഏത്തപ്പഴമാണെന്ന് തോന്നുന്നു. അറിയില്ല, ഒരൊറ്റ എണ്ണം കമ എന്നൊരക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. മുൻപത്തേക്കാൾ അധികം ഇപ്പോൾ സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. VS പ്രിയ എന്നൊരു ഡോക്ടറാണ് അവർ നല്ല വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട്. അവർ അത് കണക്കാക്കി തന്നെ അവരുടെ മനസ്ഥിതി മാറ്റം വരുത്തുന്നുകൊണ്ട് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ കൂടി വലിയ താമസമില്ലാതെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനെ നിരന്തരമായി പ്രീണിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെയൊക്കെ മൂടി വെക്കുകയും അതൊന്നും വിമർശിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വേഗം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിന് മറുമരുന്ന് കണ്ടെത്തുന്നുണ്ട് എന്നുകൂടി അല്പമെങ്കിലും തലയിൽ മൂളയുള്ള രാഷ്ട്രീയ നേതാക്കൾ ചിന്തിച്ചാൽ നന്നായിരിക്കും. കാരണം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നാണ് ന്യൂട്ടൺ പോലും പറഞ്ഞിരിക്കുന്നത്. അതിവിടെയും സംഭവിക്കും. അതിനി അധിക നാളുകളില്ല എന്ന് നിങ്ങൾ ഓർക്കുക. സാവരിയ എന്ന പെൺകുട്ടിയുടെ സ്ഥാനത്തൊരു ഫാത്തിമയോ അല്ലെങ്കിൽ അതേപോലെ ഒരു മുസ്ലിം നാമധാരി പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കേരളത്തിലെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പ്രതികരിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇന്നത്തെ ജനങ്ങൾക്കുണ്ട്. അവർ അതൊക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും വലിയ മാറ്റം രാഷ്ട്രീയത്തിലുണ്ടാവും. നിങ്ങൾ കനത്ത വിലയും അതിന് നൽകേണ്ടി വരും. ഒരു സംശയം വേണ്ട.